ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയം. ശിഷ്യന്മാരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി എന്നാൽ പരിഭവത്തോടുകൂടിയാണ് നോക്കി നിന്നത്. ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയല്ലോ എന്നുള്ള ചിന്തയില്ല. അപ്പം പോയതിന് ശേഷം ശിഷ്യന്മാരൊരു അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ജാതിയുടെ ആണ്, ജാതി വെച്ച് പെരുമാറി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഗുരു പറഞ്ഞു, നിങ്ങൾ പുതിയ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളും പുതിയ സമുദായത്തിൽപ്പെട്ട ആളുകളോടൊപ്പം നിങ്ങൾ ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, ശിവഗിരി മഠത്തിലെ സ്വാമിമാരാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ജിഷ്ണു, കേൾക്കാമെങ്കിൽ. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജിഷ്ണു, കേൾക്കാമെങ്കിൽ. ഇത്രത്തോളം നിർണായകമാണ് കൂടിക്കാഴ്ച. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? സുരേഷ്, ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള പരിപാടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള പരിപാടി നമുക്ക് മുൻപിലുണ്ട്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട അതിവിപുലമായ ഗംഭീരമായ പരിപാടി രാജ്യതലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നിരുന്നു. അതിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ശിവഗിരി മഠത്തിലെ സ്വാമിമാരും ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ശിവഗിരി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒപ്പം ജോർജ് കുര്യന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ, ഇവ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒപ്പം സൗഹൃദ സംഭാഷണത്തിനുമാണ് എത്തിയത് എന്നുള്ളതാണ് സ്വാമിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സുരേഷ്, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങൾ. നാളെ ഒരു രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വണ്ടി നമ്പർ ഈ വണ്ടി എത്ര പേരുണ്ട്? 20 പേരുണ്ട്. 20 പേർ, മൊത്തം 20 പേർ. അപ്പോൾ ആ നമ്പർ എനിക്ക് അയച്ചെന്നാൽ ഞാൻ അറേഞ്ച് ചെയ്യും. സാറിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു കാര്യം പറയാം. ഇടയ്ക്കെപ്പോഴും വരുമ്പോൾ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ആവശ്യമില്ല. നമുക്ക് പെരുമാറ്റം സംഭവിക്കുമ്പോൾ ആലോചിക്കാം. റോഡിൽ ആലോചിക്കാം. ശിവഗിരി മഠത്തിലെ ഞങ്ങൾ 15 സന്യാസിമാർ ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ മന്ത്രി അവരുടെ ഭവനം സന്ദർശിക്കുകയും അദ്ദേഹം നൽകിയ സൽക്കാരത്തിൽ പങ്കുചേരുകയും ചെയ്തു. ജോർജ് കുര്യൻ അവറുകൾ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനുമൊക്കെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായി എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ടായി. താമസിയാതെ തന്നെ ഞങ്ങൾ ശിവഗിരി മഠത്തിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ ക്ഷണം അദ്ദേഹം യാതൊരു മുൻവിധിയും കൂടാതെ സ്വീകരിക്കുകയും ശിവഗിരിയിൽ വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത് വളരെ കാര്യക്ഷമമായി ഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഉള്ള പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഞങ്ങൾക്ക് സഹായിയായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ വിജ്ഞാന ഭവൻ ഹാളിൽ വെച്ച് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് വിജയപ്രദമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ രീതിയിലും സഹകരിക്കുകയും റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു ബോഗി അനുവദിച്ചു തരികയും മാത്രമല്ല വിജ്ഞാന ഭവനിൽ നടക്കുന്ന പരിപാടികൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി വേണ്ട മാർഗനിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആസ്പദമാക്കി 8 വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ പ്രതിപാദിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവിനെയും ഗുരുവിൻ്റെ ദർശനത്തെയും അറിഞ്ഞ് ശിവഗിരി മഠവുമായി വളരെ അടുത്ത് സഹകരിക്കുവാൻ സന്മനസ് കാട്ടുന്ന ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ.